ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചന വെളിച്ചത്തിൽ ഉള്ള നമ്മുടെ വിശകലനവും പഠനവും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് കർത്താവിന്റെ കൃപയെ ആശ്രയിച്ച് നാം ആഗ്രഹിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ സർവവല്ലഭനായ ഏകസത്യ ദൈവത്തെ പറ്റി പഴയ നിയമത്തിലുള്ള തിരുവചന ഭാഗങ്ങളുടെ അതിലൂടെ ഒരു ചിന്തയാണ്. അത് വലിയ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, ഒത്തിരി ദീർഘം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അത്രയും ദീർഘമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതെന്ന് ചിന്തിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രം വായിച്ചും ധ്യാനിച്ചും മുന്നോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. തിരുവചനത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവവിശ്വാസീയമായ തിരുവചന ഭാഗം എന്നതുകൊണ്ട് അതിൻ്റെ ആധികാരികതയെപ്പറ്റി സംശയമില്ലല്ലോ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും ആധാരവും തിരുവചനം മാത്രമായിരിക്കട്ടെ. മറ്റ് ആരെങ്കിലും പറഞ്ഞു കേട്ട കഥകളോ വലിയ സാക്ഷ്യങ്ങളോ സങ്കല്പങ്ങളോ ഒന്നും നമ്മെ സ്വാധീനിക്കാതെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനം പൂർണ്ണമായും തിരുവചന ബന്ധിതമായിരിക്കണം. തിരുവചനത്തോട് പൊരുത്തപ്പെടാത്ത ഒരു വിഷയവും ആര് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും നമുക്ക് സ്വീകാര്യമല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഈ വിഷയത്തിൽ പഴയ നിയമത്തിൽ സർവശക്തനായ ദൈവത്തെ പറ്റിയുള്ള ഒരു ചെറിയ പഠനം നടത്താൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, പുറപ്പാട് പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അബ്രഹാമിനെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും അതുപോലെ അബ്രഹാം പിതാവിന്റെ സന്തതി പരമ്പരകൾ അതെല്ലാം നമുക്കറിയാവുന്ന വിഷയങ്ങളാണല്ലോ, വളരെ സുപരിചിതമാണ്. ഞാൻ അതിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവത്തിന്റെ പേര് യഹോവ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാണ് ആദ്യമായിട്ട് യഹോവ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവയായ ദൈവം എന്ന പദം കാണുന്നത് എന്നെനിക്ക് തോന്നുന്നു. അത് മോശയാണ് ഈ പഞ്ചഗ്രന്ഥികൾ എഴുതിയിരിക്കുന്നത് എന്നാണല്ലോ പൊതുവെയുള്ള ഒരു ധാരണ. അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. അത് എന്തായാലും എൻ്റെ വിഷയവുമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. പക്ഷേ ദൈവം യഹോവ എന്ന പേര് വെളിപ്പെടുത്തിയ ഭാഗം ഗൗരവമേറിയ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ മോശ ചോദിച്ചപ്പോൾ ദൈവം പറയുന്ന മറുപടി, ആ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെന്ന എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. അടുത്ത പദം ശ്രദ്ധിക്കണമേ. ഇതെന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും ആകുന്നു. ഈ വാക്യം POC ബൈബിളിൽ യഹോവ എന്ന പദം കാണുന്നേയില്ല. യഹോവ എന്ന് ബൈബിൾ സൊസൈറ്റി പിന്നീട് ബൈബിളിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ POC ബൈബിളിൽ വരുന്നത് കർത്താവ് എന്ന പദമാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിലും നാം നോക്കുമ്പോൾ യഹോവ എന്ന പദം കാണുന്നില്ല, ലോർഡ് എന്ന പദമാണ് കാണുന്നത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഞാനൊരിക്കൽ ഒന്ന് സൂചിപ്പിച്ചതാണ്. ഞാൻ ഇസ്രായേലിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം എനിക്ക് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ, യഹോവ എന്ന പേര് പോലും പറയാൻ അവർക്ക് ഭയമാണ്. അതുകൊണ്ട് ആ പദം അവരെങ്ങും പറയുന്നില്ല എന്നാണ് മനസ്സിലായത്. അതിന് കാരണം പറയുന്നത് പുറപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തില് നമുക്കറിയാവുന്നതുപോലെ ഒരു ഭാഗമുണ്ടല്ലോ, ദൈവത്തിന്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന വാക്യം. ആ വാക്യമാണ് അവരെ, അതായത് അതിന്റെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. ആ പദം കേട്ടതുകൊണ്ടാണ് ഈ ഇസ്രായേൽ ജനം ഭയത്തോടെ യഹോവ എന്ന പദം ഉപയോഗിക്കാത്തത് എന്നാണ് ഒരു വ്യാഖ്യാനം ഞാൻ കേട്ടത്.
എന്തായാലും യഹോവ തന്നെ, സർവശക്തനായ ദൈവം തന്നെ തന്റെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത് യഹോവ എന്നാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എന്റെ കൈവശമുള്ള ഞാൻ വായിക്കുന്ന തിരുവചന പുസ്തകത്തിൽ യഹോവ എന്ന പേര് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം അതുപോലെ വിശ്വസിക്കുകയാണ്. അതുപോലെ യഹോവയെ പറ്റി വളരെ കൃത്യമായി, വളരെ സ്പഷ്ടമായി പ്രതിപാദിക്കുന്ന ഭാഗം പുറപ്പാട് പുസ്തകം 19-20 അധ്യായത്തിലൊക്കെ നമുക്ക് കാണാം. തീയുടെ നടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് തന്റെ ജനത്തോട് സംസാരിച്ച ആ ഭാഗം നമുക്കറിയാമല്ലോ. 20 അധ്യായത്തിന്റെ 1 വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാമല്ലോ: ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അല്ല, 2 വാക്യം: അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഇവിടെ എത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ. ഞാൻ, ഞങ്ങളല്ല, ഞാൻ ഏക ദൈവം. ആ ദൈവമല്ലാതെ മറ്റു ദൈവം ഉണ്ടാകരുത് എന്ന് സർവശക്തനായ ദൈവം കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, അതിന്റെ പാഠപുസ്തകം 32-33 അധ്യായങ്ങളൊക്കെ ദൈവജനം ശ്രദ്ധാപൂർവം ഒന്ന് വായിച്ച് ധ്യാനങ്ങളിലേക്ക് കടക്കുന്നത് നല്ലതാണ്. ഈ തിരുവചന ഭാഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് അടുത്ത ഭാഗം നമുക്ക് ലേവ്യ പുസ്തകത്തിലേക്ക് വന്നാൽ അതിന്റെ 19 അധ്യായം ദൈവവചനം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കൂ. ഞാൻ ഏകദേശം ഒന്ന് നോക്കിയിട്ട് അതിനകത്ത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് ഏകദേശം 11 പ്രാവശ്യം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 8 പ്രാവശ്യം യഹോവ എന്ന് തന്നെയും പറയുന്നുണ്ട്. അങ്ങനെ 19 പ്രാവശ്യം ഈ ഒരൊറ്റ അധ്യായത്തിൽ, ഈ 19 അധ്യായത്തിൽ തന്നെ യഹോവ എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നല്ലോ 19 അധ്യായത്തിൽ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്: നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഞാൻ അവസാനമായിട്ട് സൂചിപ്പിച്ചതേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും വിഷയം, എൻ്റെ ചിന്ത ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. യഹോവ എന്ന ദൈവത്തിൻ്റെ എന്നേക്കുമുള്ള പരിശുദ്ധ നാമം ആവർത്തിച്ച് വിളംബരം ചെയ്യപ്പെടുന്ന അതിമനോഹരമായ ഒരു അധ്യായമാണ് ലേവ്യ പുസ്തകം 19 അധ്യായം. ഇനി സംഖ്യാപുസ്തകത്തിലേക്ക് വന്നാൽ അതിൻ്റെ 6 അധ്യായത്തിൽ സ്ത്രീത്വം തെളിയിക്കാൻ പറ്റിയ ഒരു വാക്യമുണ്ട്. വേണമെങ്കിൽ തെളിയിക്കാൻ പറ്റില്ല, വാദിക്കാം, അതാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വാക്യം. അതിൻ്റെ 6 അധ്യായത്തിലെ സംഖ്യാപുസ്തകം 6 അധ്യായത്തിൽ 24, 25, 26 വാക്യങ്ങൾ അതിങ്ങനെ വായിക്കുന്നു: യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. തിരുവചനം വായിക്കുകയും ആത്മനിറവിൽ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് ഒരു സംശയവുമില്ലാതെ ഈ 3 വാക്യത്തിലും യഹോവ എന്ന ദൈവത്തിന്റെ നാമം ഉപയോഗിച്ചിരിക്കുന്നത് കാണാമല്ലോ. അതുകൊണ്ട് ഇത് സ്ത്രീത്വവുമായി ഒരു ബന്ധവുമില്ലെന്ന് അല്പം ബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ചിലർ വേണമെങ്കിൽ ഇത് 3 വാക്യം പറയുന്നത്, 3 കാര്യങ്ങൾ പറയുന്നത് ത്രിയേക ദൈവവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാൻ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും കൃത്യമായിട്ട് യഹോവ എന്ന തിരുവചനം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമല്ലോ. വീണ്ടും നമുക്ക് ആവർത്തന പുസ്തകത്തിലേക്ക് വന്നാൽ അത് ആവർത്തന പുസ്തകത്തിൽ വളരെ ഗൗരവമായി തിരുവചനത്തിൽ പലയിടത്തും യഹോവയെ പറ്റിയുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും. അതിൽ തന്നെ ദൈവമക്കളെ വളരെ ശ്രദ്ധിച്ച് ഈ ആവർത്തന പുസ്തകം കഴിയുമെങ്കിൽ പലവട്ടം വായിച്ച് ധ്യാനിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതിന് തന്നെ 5 അധ്യായത്തിൽ നമുക്കറിയാമല്ലോ, പുറപ്പാട് 20 അധ്യായത്തിൽ റിപ്പീറ്റേഷൻ പോലെ 10 കൽപ്പനകൾ മോശ ആവർത്തിച്ച് പറയുന്ന ഭാഗങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ആ ഭാഗങ്ങൾ 5 അധ്യായം മുതൽ 5, 6, 7, 8 അധ്യായങ്ങളൊക്കെ ആവർത്തന പുസ്തകത്തിലുള്ള 5, 6, 7, 8 അധ്യായങ്ങൾ ദൈവജനം വളരെ പ്രാർത്ഥനയോടെ വായിച്ച് ധ്യാനിച്ചാൽ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും. സത്യദൈവം, ഏകദൈവം, നിത്യദൈവം, പരമോന്നതൻ, പരിശുദ്ധൻ, ആ ദൈവത്തിന്റെ സവിശേഷതകൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത നമുക്ക് യോശുവയുടെ പുസ്തകത്തിലേക്ക് വന്നാൽ അതിൻ്റെ 1 അധ്യായത്തിൻ്റെ
7, 8, 9 വാക്യങ്ങളൊക്കെ വായിച്ചാൽ വളരെ, അത് മൊത്തം 1-ാം അധ്യായം വളരെ പ്രസക്തമാണ്. അതിൽ തന്നെ 7-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അടുത്തത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ കൽപ്പിച്ചുവല്ലോ. ഈ വാക്യം യോശുവയുടെ ദൈവം കൽപ്പിച്ചു. ആ കൽപ്പന അതുപോലെ യോശുവ അനുസരിച്ച് വന്നതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്ന ഭാഗം വായിക്കാനിടയാകുന്നത്. ആ വാക്യം കൂടി നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 10-14. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് അനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ദൈവമക്കളെ, ഈ വാക്യം നമുക്കറിയാമല്ലോ. യോശുവ പ്രാർത്ഥിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും അനങ്ങാതെ നിശേഷമായി നിന്ന മഹാസംഭവത്തെ ഓർപ്പിച്ചുകൊണ്ടാണ് 14-ാം വാക്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോശുവ ദൈവം കൽപ്പിച്ചതുപോലെ യഹോവയായ ദൈവവുമായ അത്ര ആഴമായ ബന്ധം പുലർത്തിയതുകൊണ്ട് ഈ മഹാത്ഭുതം പ്രവർത്തിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ യഹോവ എന്ന ആ മഹാദൈവത്തിന്റെ വാക്കുകളുടെ ഗൗരവം നോക്കുകയും യോശുവ ആ തിരുവചനത്തെ അതുപോലെ അനുസരിച്ചപ്പോൾ ദൈവം യോശുവയിൽ കൂടി ചെയ്ത മഹാത്ഭുതം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് തുടർന്നുള്ള പുസ്തകങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ തിരുവചനത്തിലൂടെ ദൈവത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിലും വിസ്താര ഭയത്താൽ ഞാൻ അതിൽ വിട്ടിട്ട് നേരെ സങ്കീർത്തനത്തിലേക്ക് കടക്കുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ നമുക്കറിയാമല്ലോ, അതിലെ രണ്ടാം സങ്കീർത്തനത്തിൽ തന്നെ ദൈവത്തെ പറ്റിയും യേശുക്രിസ്തുവിനെ പറ്റിയുമുള്ള പരാമർശങ്ങൾ കാണാം. 2-ാം സങ്കീർത്തനം ഒരു മിശിഹാ സങ്കീർത്തനമായിട്ട് കാണുന്നത് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. യേശുക്രിസ്തുവിനെ പറ്റി വളരെ കൃത്യതയോടെ സംഭവിക്കാൻ കാര്യങ്ങളെ പറ്റി പ്രത്യേകമായ സൂചന നൽകുന്ന അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് 2-ാം സങ്കീർത്തനം. അവിടെ യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും എന്ന് പറയുന്ന വാക്യം തന്നെ യഹോവയായ ദൈവം ഏകനായ ദൈവമാണ് എന്നതിന്റെ തെളിവാണ്. യേശുക്രിസ്തു അഭിഷിക്തനാണെന്നും തനിക്കൊരു മകൻ ജനിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ദിവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന വാക്കുകളൊക്കെ അതിനകത്തുണ്ടല്ലോ. ഞാൻ അതിലേക്ക് ദീർഘമായി കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തന പുസ്തകങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ 18-ാം സങ്കീർത്തനം, 21-ാം സങ്കീർത്തനം എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന സങ്കീർത്തനമായിരിക്കുമല്ലോ. 27-ാം സങ്കീർത്തനം, 33, സങ്കീർത്തനം 34 തുടങ്ങിയുള്ള സങ്കീർത്തനങ്ങളൊക്കെ ദൈവജനത്തിന് വളരെ സുപരിചിതമാണല്ലോ. അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. യഹോവ ആരാണ്, ദൈവം ആരാണ് എന്ന് അസന്നിഗ്ധമായും വ്യക്തമായും നമുക്ക് ചില ചിത്രങ്ങൾ കിട്ടാൻ അത് നമ്മെ സഹായിക്കും എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. നമുക്ക് സങ്കീർത്തനം 72-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെ ഒരു കാര്യം കാണാം. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശദീകരണവും ആവശ്യമില്ലല്ലോ. യഹോവ ആരാണ്, ദൈവം ആരാണ് എന്ന് വളരെ സ്പഷ്ടമായി ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലെ വിശദീകരണങ്ങളിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും നമുക്കറിയാം 77-ന്റെ 13-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. വളരെ ക്ലിയർ ആണല്ലോ. ദൈവമൊരു വിശദീകരണമൊന്നും ആവശ്യമില്ലല്ലോ. അതുപോലെ 78-ാം സങ്കീർത്തനത്തിന് 35-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം തങ്ങളുടെ പാറ എന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരിൽ നിന്നും അവർ ഓർക്കും. വളരെ ക്ലിയറാണ്. 79-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം: എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽപ്പെട്ട ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും, തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഇത് യഹോവയായ ദൈവത്തെ പറ്റിയുള്ള
സങ്കീർത്തനമാണെന്നതിന് സംശയമില്ലല്ലോ. അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ പറയുന്നത് യഹോവയെ പറ്റിയാണ് എന്ന് സംശയമില്ലല്ലോ. 82-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ലേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. അതിന്റെ 6-ാം വാക്യം യേശുക്രിസ്തു പോലും കോട്ട് ചെയ്തൊരു വാക്യമാണ്. 82-ന്റെ 6-ാം വാക്യം, നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം ഒക്കെ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല, ആ ഭാഗം വിടുകയാണ്. 83-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യം നമുക്ക് വായിക്കാം. 83-ന്റെ 18, അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതനെന്ന് അറിയും. വാക്യം എത്ര സ്പഷ്ടമായിട്ടുള്ള വാക്യമാണ്! ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ അതിന്റെ അതേ 86-ാം സങ്കീർത്തനത്തിലേക്ക് വന്നാല് അതിന്റെ 10-ാം വാക്യത്തിൽ, 86-ന്റെ 10, നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചേക്കുന്നു. അതിന് വേറൊന്നും ശരീരണം ആവശ്യമില്ലാത്തവണ്ണം മനോഹരമായ തിരുവചന ഭാഗമാണ്. 84-ാം സങ്കീർത്തനം സുപരിചിതമാണല്ലോ ആ വാക്യം. ആ സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കൂ. അതിനകത്ത് കൃത്യമായി നമുക്ക് അതിന്റെ ആശയങ്ങൾ കിട്ടുമല്ലോ. ഞാൻ അതിലേക്ക് അധികമായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും നമുക്ക് 89-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വന്നാല് അവിടെ ഇങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിൽ യഹോവയോട് സദൃശനായവൻ ആർ? ദൈവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ആർ? അത് സ്വയം ചിന്തിക്കുക. ദൈവമക്കൾ കൃത്യമാണ്. അതിന്റെ 89-ാം സങ്കീർത്തനത്തിന് തന്നെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആകാശം നിനക്കുള്ളത്, ഭൂമിയും നിനക്കുള്ളത്, ഭൂതലവും അതിന്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു. എത്ര കൃത്യമാണ് നോക്കൂ. വളരെ സ്പഷ്ടമായി ദൈവം തന്നെ പറ്റി പറയുന്ന ദൈവത്തെ പറ്റി പറയുന്ന തിരുവചന ഭാഗങ്ങൾ. അതിലെ 89-ന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചാൽ, നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു, ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കുന്നു എന്ന വാക്യം കാണും. 89-ന്റെ 14. 85-ന്റെ 10-ലും ഇതേ ആശയം നമുക്ക് കാണാൻ പറ്റും. 85-ന്റെ 10-ാം വാക്യത്തില്, അതുപോലെ 85-ന്റെ 10-ലുണ്ട്, 97-ന്റെ 2-ലുണ്ട്, സദൃശവാക്യം 16-ന്റെ 6-ലുണ്ട്. നമുക്ക് 95-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. 95-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനമൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. 91-ാം സങ്കീർത്തനം തന്നെ വാസ്തവത്തിൽ പരിശുദ്ധനായ ദൈവത്തിന്റെ ദിവ്യത്വം തെളിയിക്കുന്ന ഏകനായ മഹാത്ഭുതങ്ങളുടെ മഹാദൈവത്തിന്റെ ശക്തികളെ പറ്റിയൊക്കെ വ്യക്തമായി പരാമർശിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് അത് എല്ലാവർക്കും സുപരിചിതമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് 95-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം വായിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. അതിന്റെ 6-ാം വാക്യം വായിക്കുന്നു, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അടുത്ത വാക്യം 7-ാം വാക്യം, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. ഇങ്ങനെ തുടങ്ങിയുള്ള അനുഗ്രഹ വാക്യങ്ങൾ 95-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, 95-ാം സങ്കീർത്തനത്തിൽ വളരെ കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ 96-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം വായിച്ചു നോക്കി. അവിടെ ഇങ്ങനെ കാണുന്നു, യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനും ആകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. കൃത്യമായിട്ട് എത്ര മനോഹരമായിട്ടാണ് തിരുവചനം ഈ വിഷയത്തിൽ കർത്താവിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത്, ദൈവത്തെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത്. വളരെ സംശയാതീതമായി മനോഹരമായി, അല്ലേ? വീണ്ടും നമുക്ക് 97-ാം സങ്കീർത്തനത്തിലേക്ക് വന്നാൽ അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, യഹോവേ നീ സർവഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. പിന്നെ 110-ാം സങ്കീർത്തനം എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണല്ലോ. അതിനെപ്പറ്റി ഒരു വിശദീകരണം ആവശ്യമില്ലാതെ വേണം
സർവശക്തനായ ദൈവത്തെ പറ്റിയും യേശുക്രിസ്തുവിനെ പറ്റിയുമുള്ള തിരുവചനങ്ങൾ പരാമർശങ്ങൾ നമുക്ക് അതിനകത്ത് കാണാം. യഹോവയായ ദൈവം യേശുക്രിസ്തുവിനെ മെൽക്കിസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും പുരോഹിതനെന്ന് സത്യം ചെയ്ത് പ്രഖ്യാപിക്കുന്ന ആ വാക്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണാമല്ലോ. അങ്ങനെ സങ്കീർത്തനത്തിൽ ഉടനീളം നമ്മൾ വായിച്ചാൽ യഹോവ ഏക സത്യ ദൈവമെന്ന് അസന്നിഗ്ധമായി തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് ഇനി അധികം കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സാമാന്യമായി നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ബോധ്യം വരുത്തുന്ന വിഷയങ്ങളായതുകൊണ്ട് വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്തത് കൊണ്ടും ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുക.